നമസ്കാരം. പോറ്റിയെ കയറ്റിയതാരപ്പാ, അടൂർ പ്രകാശേ അയ്യപ്പ, അടൂർ പ്രകാശ് എവിടെയപ്പാ, SITയുടെ മുന്നിൽ എത്തിയപ്പാ. ഇതാണ് അവസ്ഥ. ഒടുവിൽ അമ്പലം വിഴുങ്ങുകളിലേക്ക് SIT എത്തിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം നിയമസഭ പിരിഞ്ഞ ദിവസം ഇവർ ഒരു ഫ്ലെക്സ് അടിച്ച് സ്വയം ട്രോളുമായിട്ട് ഇറങ്ങിയിരുന്നു. ദേ നോക്കിയേ, അമ്പലക്കള്ളന്മാർ. ആരാണ് അവർ? സ്വയം തന്നെ അവരെ വിളിക്കുകയാണ്, ഞങ്ങളാണ് അമ്പലക്കള്ളന്മാർ എന്ന പേരിൽ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ട് നിയമസഭയുടെ 2 ദിവസം അയ്യപ്പന്റെ പേരിൽ മുടക്കിയിട്ട് അങ്ങ് പോകാം, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു യാത്രയൊക്കെ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നാണ് കരുതിയത്. അയ്യപ്പൻ വിടൂ. അന്ന് തന്നെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഒരാളെ തലയും കുത്തി വീഴുന്ന രംഗമുണ്ടായി. വെറുതെ വീണതാണ്, അയ്യപ്പൻ തന്നെ കാലിടറി വീഴ്ത്തിച്ചതല്ലേ. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭരണം പിടിക്കാൻ യാത്ര തുടങ്ങിയതേ ഉള്ളൂ, അയ്യപ്പൻ ഒരു ശുഭലക്ഷണം അങ്ങ് കാണിച്ചു കൊടുത്തു. എന്താണ്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ അടൂർ പ്രകാശിലേക്ക് എത്തും എന്ന ഒരു സൂചനയൊക്കെ ഉണ്ടായിരുന്നു. വലിയ തരത്തിൽ ഇടതുപക്ഷം അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട്. പല പരിപാടികളിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട്, ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ട്, വളരെ അടുത്ത ബന്ധമുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയിലേക്ക് എത്തിച്ചതടക്കം അടൂർ പ്രകാശാണ് എന്ന തരത്തിലുള്ള ആരോപണമൊക്കെ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ SIT അതിനിർണായകമായ ഒരു നീക്കം ഈ കേസിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഇപ്പോൾ UDFന്റെ കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശിനെ സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ SIT ചോദ്യം ചെയ്യുകയാണ്. SITയുടെ എന്താ കരുതിയേ? ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി വരെയൊക്കെ അവസാനിച്ചു. ഞങ്ങൾ ആ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിരുന്നു, കമ്മീഷൻ പറ്റിയവരാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു? കടകംപള്ളിയുടെ പേരും പത്മകുമാറിന്റെ പേരും വാസുവിന്റെ ഒക്കെ പേര് പറഞ്ഞ് ഞങ്ങൾ സേഫായി എന്നാണ് കരുതിയിരുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എന്താണ് സംശയം പ്രകടിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സത്യാവസ്ഥ ഞങ്ങളിലേക്ക് വരരുത്. കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കേസ് എങ്ങനെ? സ്വർണം കട്ട കേസ്. ആ സ്വർണം കട്ട കേസിലെ പ്രതികളാക്കപ്പെട്ടവർ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, 3 പേർ. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്ത്രി സ്വർണം എടുത്തു കൊടുക്കുന്നു. ഇത് വിൽക്കാൻ വേണ്ടി നേരെ എവിടെ എത്തി? ബെല്ലാരിയിലെത്തി. ബെല്ലാരിയിൽ ആരെടുത്താണ് എത്തിയത്? ഗോവർദ്ധൻ എന്ന സ്വർണ്ണ കച്ചവടക്കാരൻ്റെ അടുത്ത്. ആ സ്വർണ്ണ കച്ചവടക്കാരൻ ആരുടെ കൂടെയാണ്? ഈ സ്വർണ്ണ ഉരുക്കുന്ന അവിടുത്തെ ഒരു സ്ഥാപനമുണ്ടല്ലോ, പേര് പെട്ടെന്ന് മറന്നുപോയി, അതിന്റെ ഓണറായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി. ഇവരെ 3 പേരെയും SIT അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ 3 പേരും ഒരുമിച്ച് അടൂർ പ്രകാശിനോടൊപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ടാവുകയാണ്. അതായത് ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം കൊണ്ടുപോയ ആൾ, വാങ്ങിയ ആൾ, ഉരുക്കിയ ആൾ. ഇതിൽ ചിന്താശേഷിയുള്ള മനുഷ്യർക്ക് ഇതിനേക്കാൾ വല്ലതും പറഞ്ഞു കൊടുക്കണോ? പക്ഷെ അവിടെ ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്നു. കാര്യം ബോർഡിൽ ഇരിക്കുന്നവർ അറിയാതെയാണ് ഇത് പുറത്തേക്ക് പോയി എന്നുള്ളത്, അല്ലെങ്കിൽ ബോർഡിന്റെ അനുമതി വാങ്ങുകയാണ്. ഇത് സ്വർണം മങ്ങിയിട്ടുണ്ട്, പുറത്തു കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ തന്ത്രി ഇങ്ങോട്ട് ആജ്ഞാപിച്ചാൽ പറ്റില്ല എന്ന് പറയാതെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്തു. അത് തെറ്റ് തന്നെയാണ്. അത് നിയമപരമായിട്ടും ചട്ടപ്രകാരവും ഒരു ബോർഡ് പ്രസിഡന്റ് ചെയ്യാത്ത കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്താൽ അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടന്നു എന്ന് കരുതിക്കൊണ്ട് കട്ടത് അവരായിരുന്നില്ല. കട്ടവർ ഇപ്പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. തന്ത്രി, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധനൻ തുടങ്ങി സകല സ്വർണം കട്ട ടീംസും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും എല്ലാം കൂടി ചേർന്ന് ഒരു വലിയ പൊതിയുമായിട്ട് സോണിയാഗാന്ധിയെ കാണുന്നു, ഗിഫ്റ്റ് കൊടുക്കുന്നു. അവരെല്ലാം കൂടി സ്വർണം കട്ട കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇവർ ആരുടെ ഭാഗത്തുള്ളവരാണ്? ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യർക്ക് സത്യം മനസ്സിലാകും. സത്യം മനസ്സിലാക്കേണ്ടവർക്ക് മാത്രമേ ഈ സ്വർണം അടിച്ചുകൊണ്ട് പോയ ഗ്യാങ് എല്ലാം ഒരുമിച്ച് കേരളത്തിലെ 2 MP-മാരോടൊപ്പം കോൺഗ്രസിന്റെ Z+ കാറ്റഗറിയിൽ ജീവിക്കുന്ന ഒരു വനിതയുടെ വീട്ടിലേക്ക്, അത് ജൻപത്ത് എന്ന് പറയുന്ന അതിസുരക്ഷാ മേഖലയിലേക്ക് ഈസി ആയിട്ട് കടന്നു ചെല്ലുന്നു. എന്താണ് ഇവർ തമ്മിലുള്ള ആത്മബന്ധം? ഇവരെല്ലാം കൂടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു തല്ല് നടക്കുന്നു എന്ന് വിചാരിക്കുക, അവരെല്ലാം പ്രതികളാകുമോ ഇല്ലയോ? അതുപോലെ തന്നെ ഒരു മോഷണം നടത്തുകയാണ് ഒരുമിച്ച് നിന്നവർ, അവരെല്ലാം പ്രതികളാകണ്ടേ? ഇവർക്ക് എന്താണ് ആ സ്വർണം കെട്ടതിലെ ബന്ധമെന്ന് അറിയണ്ടേ? ഇത്രയും കാലം ഇത് മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള അടുത്ത ബന്ധങ്ങൾ ഇവർ പരസ്പരം ഉണ്ടായതിനു ശേഷം ഇതിനെ സംബന്ധിച്ച് എന്താണ് ഫോൺ റെക്കോർഡുകളും തെളിവുകളും ശേഖരിക്കുന്ന സന്ദർഭത്തിൽ കടകംപള്ളി ദേവസ്വം പ്രസിഡന്റ് ആയിപ്പോയി. അതുകൊണ്ട് കടകംപള്ളിയാണ് തെറ്റുകാരൻ. കടകംപള്ളി ഒരു തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, പിണറായി വിജയന്റെ അടുത്തൂടെ നടന്നുപോയി. ഇതൊക്കെയാണ് ആത്മബന്ധം മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒക്കെ ചങ്ങായിമാരായിരുന്നിട്ടും ഒരുമിച്ച് പല യാത്രകൾ, ഒരുമിച്ച് പലയിടങ്ങളിലെ കൂടിക്കാഴ്ചകൾ, എന്നിട്ട് ഏറ്റവും ഒടുവിൽ പലയിടങ്ങളിലെയും ഉദ്ഘാടനം, ഏത് ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്പോൺസർ പരിപാടികളുടെ ഉദ്ഘാടനം എല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അടൂർ പ്രകാശ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്
പരസ്പരം അറിവില്ലാതിരിക്കുമോ? സർക്കാർ നടപ്പാക്കാൻ പോയ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇവരിൽ ഒരാൾ വന്ന് സർക്കാർ നടത്താൻ പോകുന്ന പരിപാടിയെ അലമ്പാക്കാൻ വേണ്ടി ശബരിമലയിലെ സ്വർണം കാണാനില്ലെന്ന് പറഞ്ഞു. അവിടം തൊട്ട് അയ്യപ്പൻ ലോക്കിട്ട് തുടങ്ങിയതാണ്. ആ ലോക്ക് ഏറ്റവും ഒടുവിൽ വന്ന് അടൂർ പ്രകാശിലേക്ക് നിൽക്കുകയാണ്. മിക്കവാറും ഇന്ന് തന്നെ പിടിച്ച് ജയിലിൽ അടയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അടൂർ പ്രകാശിന് വമ്പൻ കുരുക്കാണ്. അടൂർ പ്രകാശിലൂടെ നേരെ SIT എത്താൻ പോകുന്നത് ഡൽഹിയിലെ ജൻപത് ഹൗസിലെ സോണിയാഗാന്ധിയിലേക്കാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തേക്ക് വരാൻ പോകുന്നത്. കോൺഗ്രസിന്റെ യാത്ര തുടങ്ങിയതിനെ അയ്യപ്പൻ തന്നെ പൊളിച്ചിട്ടുണ്ട്. ശബരിമലയുടെ പേരിൽ വിശ്വാസ കച്ചവടത്തിനിറങ്ങിയ കോൺഗ്രസുകാരെ അയ്യപ്പൻ തന്നെ വരും ദിവസങ്ങളിൽ പെടുത്തുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം. 916 അമ്പലം വിഴുങ്ങികളെ ജനങ്ങളുടെ മുന്നിലേക്ക് അയ്യപ്പൻ തന്നെ തുറന്നു കാട്ടാൻ പോകുന്നതിന്റെ ആദ്യ എപ്പിസോഡാണ് SIT ഇന്നിപ്പോ തുടക്കമിട്ടിരിക്കുന്നത്.